പ്രകടന പത്രികകൾ ഒരുപാട് ഇറങ്ങും, ഒരുപാട് ഗ്യാരണ്ടികൾ ഓരോരുത്തർ തരും. ഇപ്പം മോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പരസ്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്യാരണ്ടികൾ എന്താണെന്നൊക്കെ ഒന്ന് പരിശോധിക്കണം. മുമ്പ് ഒരുപാട് ഗ്യാരണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ അതിന് മുമ്പ് ഒക്കെ വന്ന ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഗ്യാരണ്ടികളായിരുന്നു. അതിനകത്തുള്ള ഒരു ഗ്യാരണ്ടി ആയിരുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു ഗ്യാരണ്ടി. ആദ്യം പെട്രോളിൽ തുടങ്ങിയതാണ്. അതായത് 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും. അന്ന് 71 രൂപ 72 രൂപയേ ഉള്ളൂ പെട്രോളിന് അന്നത്തെ വില. പക്ഷേ അന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് ബാരലിന് വിലയെന്ന് പറയുന്നത് $113 മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്. അന്നാണ് ഈ 71 72 രൂപ പെട്രോളിനുള്ളത്. അതാണ് അത്രയും കാര്യമില്ല. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാൻ പറ്റും, ഞാനാണെങ്കിൽ 50 രൂപയ്ക്ക് കൊടുക്കും. അതൊരു ഗ്യാരണ്ടി ആയിരുന്നു. ഇന്ന് പെട്രോളിൻ്റെ വില എത്തി നിൽക്കുന്നത്, ഈ 10 വർഷം അദ്ദേഹം ഭരിച്ചു കഴിഞ്ഞപ്പോൾ എത്തി നിൽക്കുന്നത് 106 രൂപയിലാണ്. അപ്പോൾ ആ ഗ്യാരണ്ടി നമ്മൾ കണ്ടല്ലോ. ക്രൂഡ് ഓയിലിൻ്റെ ഇന്നത്തെ വില എന്താ? ഇന്ന് ബാരലിന് $83 വില. അന്ന് $113 ഉള്ളപ്പോഴാണ് 72 രൂപ. ഇതെന്തോ ഗ്യാരണ്ടിയാ? ഇതാണ് ഒരു ഗ്യാരണ്ടി നമ്മൾ കണ്ടത്. പിന്നെ അടുത്ത ഒരു ഗ്യാരണ്ടി കണ്ടത് സ്ത്രീകളെക്കെല്ലാം വലിയ ഉന്നമനവും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ ഉള്ള വലിയ വലിയ കാര്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. അത് നമ്മൾ കണ്ടല്ലോ. ഇന്ത്യയിലെ ഗുസ്തി താരങ്ങൾ സാക്ഷി മാലിക് ഒളിമ്പിക് ചാമ്പ്യനാണ്. അവരെ മാനത്തിന് വില പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ചെന്നപ്പോൾ അതിനെതിരെ അവർ തെരുവിൽ സമരം ചെയ്യേണ്ട ഗതികേട് വന്നു. പക്ഷേ അത് അവരെ പീഡിപ്പിച്ചു എന്നും വീരനെന്നും അവരും പറഞ്ഞ പല ഗുസ്തി താരങ്ങളും പരാതി എഴുതി കൊടുത്ത 2 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അയാളുടെ പേരിൽ, ഒരു പോക്സോ ഉൾപ്പെടെ. ആ പോക്സോ എന്ന് പറഞ്ഞാൽ കൗമാരപ്രായത്തിലുള്ള ഒരു താരത്തിനെ പീഡിപ്പിച്ച ഒരു കേസ് ലൈംഗികമായിട്ട്. ആ കേസ് ഉൾപ്പെടെ FIR എടുത്തിട്ടുള്ള ആളാണ് പോക്സോ കേസിൽ, ബ്രിജ്ഭൂഷൺ. അയാൾ BJP കാരനാണ്, MP ആണ് BJPയുടെ. അപ്പോൾ അയാളെ അതുകൊണ്ട് അയാൾ ഇതൊക്കെ ചെയ്ത കുഴപ്പമൊന്നുമില്ല. അത് കാരണം അവരെ തെരുവിലിട്ട് വലിച്ചഴിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഗുസ്തി താരങ്ങളെയൊക്കെ, ഈ സഹോദരിമാരെ അവരുടെ മാനം രക്ഷിക്കാനാണ് ഈ BJP ഗവൺമെൻറ്റിനോട് അപേക്ഷിച്ചുകൊണ്ട് അവിടെ സമരം ചെയ്തത് തെരുവിൽ. എന്നിട്ട് എന്തുണ്ടായി? അതാണ് ബേട്ടി ബച്ചാവോ. നമ്മളിപ്പോൾ കണ്ടത് ബച്ചാവോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ഗ്യാരണ്ടി ആയിരുന്നു. ആ ഗ്യാരണ്ടി നമ്മൾ കണ്ടല്ലോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്യാരണ്ടി ആയിരുന്നു അത് വന്നപ്പോൾ, എന്താ, ഒറ്റ മകൾ മാത്രമുള്ള ഒരു ആരെങ്കിലും മാതാപിതാക്കൾ അവരുടെ ഈ കുട്ടിക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒരു റിസർവേഷൻ ഏർപ്പെടുത്തിയിരുന്നു. അതിപ്പോൾ അങ്ങെടുത്ത് കളഞ്ഞ്. അതും ബേട്ടി ബച്ചാവോ ആണ്, ബേട്ടി പഠാവോ അതായിരിക്കും ഇത്. അടുത്ത ഗ്യാരണ്ടിയാണ്, നമ്മൾ കണ്ട ഗ്യാരണ്ടികളിൽ പെടുന്നതാണ്. പിന്നെ വേറൊരു വലിയ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അപ്പം കർഷകരെ, ഇപ്പോഴുള്ളതിനകത്ത് കർഷകർക്ക് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്ന്, കർഷകരെ തെരുവിലിട്ട് വലിച്ചഴിക്കുകയും അവരുടെ മേലിൽ ബുൾഡോസർ ഓടിച്ചു കയറ്റുകയും അവരെ വെടിവെക്കുകയും ചെയ്ത സർക്കാരാണ് ഈ പറയുന്നത് കർഷകരുടെ ഉന്നമനത്തിനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെന്താ കാർഷിക രംഗത്ത് ചെയ്തേക്കുന്നത്? കർഷകരെ ഇതേപോലെ അവരെ കച്ചവടം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒരു 3 നിയമങ്ങൾ ഇങ്ങ് കൊണ്ടുവന്നു കേട്ടോ. കർഷകരുടെ നട്ടലൊടിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. തോന്നിവാസം പോലെ കുത്തുകൾക്ക് ഇത് എഴുതി കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൽ 3 നിയമങ്ങളുണ്ടായി. ആ നിയമം പാർലമെന്റ് ഇവർ പാസ്സാക്കിയ നിയമം ഉണ്ടല്ലോ, ആ നിയമം വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിയേണ്ട ഗതിയുടെ ഇവർക്ക് വന്നില്ലേ? അത് ഇവരുടെ നന്മയൊന്നും അല്ലായിരുന്നു ആ ചെയ്തത്. ഇത്രയും എതിർത്തിട്ട് ഒന്നും ചെയ്യാതിരുന്നു, കണ്ണടച്ചോണ്ടിരുന്നു. അവസാനം ഇന്ത്യ മുഴുവൻ കത്തുവെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നിർത്തി. ആ കർഷകരെ തിരിച്ചയക്കാനായിട്ട് തുടങ്ങി. ഇന്ന് വീണ്ടും അവർ കർഷകർ തെരുവിലാണ്. അതാണ് കർഷകർക്ക് വേണ്ടിയുള്ള ഗ്യാരണ്ടി. അപ്പോൾ അടുത്ത ഗ്യാരണ്ടി നമ്മൾ കണ്ടതാണ്. പിന്നെ വേറൊരു വലിയ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, കള്ളപ്പണം എല്ലാം പിടിച്ചെടുക്കുമെന്ന്. കള്ളപ്പണം പിടിച്ചെടുക്കും, ശരിയാണ്, എടുത്തു. ഇലക്ട്രൽ ബോണ്ട് വഴി BJP എടുത്തു. അതാണ് നടന്നത്. ആ ഗ്യാരണ്ടി നമ്മൾ കണ്ടു. എന്നിട്ട് പണ്ട് കള്ളപ്പണം പിടിച്ചെടുത്തിട്ട് ഓരോ പൗരൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾ അനങ്ങാതിരുന്നാൽ മതി, 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ വരും എന്ന് കണ്ടു. 15 ലക്ഷം പോയിട്ട് 15 രൂപ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു മനുഷ്യനുമില്ല. പിന്നെ അങ്ങ് വീട് വെച്ചു കൊടുപ്പാണ്. ഇപ്പോൾ കുറേ നാൾ കക്കൂസായിരുന്നു. പറയാൻ എളുപ്പമുണ്ടല്ലോ, ഇവിടെ 2 കോടി കക്കൂസ് വെച്ചെന്ന്. എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. ഇനി വീട് വെപ്പാണ് ഏറ്റവും എളുപ്പമുള്ളത്. ഇതെല്ലാം ഗ്യാരണ്ടിയാണ്. ഇങ്ങനെയുള്ള കുറേ ഗ്യാരണ്ടികൾ നമ്മൾ കാണും.
ഇതാണ് നമുക്ക് കിട്ടുന്ന ഗ്യാരണ്ടികളെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് വരും. ഇനിയിപ്പോൾ എന്താ, ജനങ്ങളെ മതത്തിൻ്റെ വേലിക്കെട്ടുകളിൽ ഉള്ളിൽ നിർത്തിയിട്ട് അവരെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള മാർഗങ്ങളായി നോക്കിക്കൊണ്ടിരിക്കും.